ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ സന്തോഷ വാർത്തയാണ്. സൗജന്യ ഓൺലൈൻ തൊഴിൽ മേള, കൂടാതെ നിരവധി ജോലി ഒഴിവുകൾ. ₹1 പോലും ഫീസില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ ജോബ് ഫെയറാണ് ഇന്നത്തെ വിഷയം. പലർക്കും തോന്നും ഇത് സത്യമാണോ, ഫീസില്ലേ? അതേ സുഹൃത്തുക്കളെ, ഇത് 100% സൗജന്യമായ തൊഴിൽ മേള തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വിശദമായി പറയാൻ പോകുന്നത് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഏത് ജോലികളാണ് ലഭിക്കുന്നത്, യോഗ്യത എന്തൊക്കെ, ശമ്പളം എത്ര വരെ ലഭിക്കും, ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെ. വീഡിയോ അവസാനിക്കും വരെ കാണുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സ് സ്ഥിരമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യൂ. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 1. 600-ൽ പരം ഒഴിവുകളിലേക്ക് സൗജന്യ ഓൺലൈൻ തൊഴിൽ മേള. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി കോതമംഗലം ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓൺലൈൻ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. 600-ലോളം ഒഴിവുകളിലേക്കായി നടത്തുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ എല്ലാ യോഗ്യതയുള്ളവർക്കും പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2026 ജനുവരി 5 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഒഴിവുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ഡിസംബർ മാസത്തിൽ സൗജന്യ ഓൺലൈൻ തൊഴിൽ മേള. 600-ലോളം ഒഴിവുകൾ. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. അടുത്തത് അറ്റൻഡർ റിക്രൂട്ട്മെൻറ്റ്. ജില്ലാടിസ്ഥാനത്തിൽ ഒഴിവുകൾ. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ അവസരം. അറ്റൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈൻ അപേക്ഷ നൽകാം. തസ്തികയും ഒഴിവുകളും: ഭാരതീയ ചികിത്സാ വകുപ്പിൽ അറ്റൻഡർ ഗ്രേഡ് 2 റിക്രൂട്ട്മെൻറ്റ്. പ്രായപരിധി 18-നും 36-നും ഇടയിൽ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 23,700 മുതൽ 52,600 വരെ ശമ്പളം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ 2/1/1989-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. യോഗ്യതകൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 14/1/2026. കാറ്റഗറി നമ്പർ 572/2025. അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിരവധി അവസരം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ വിവിധ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനത്തിലെ പ്രധാന വിവരങ്ങൾ നോക്കാം. തസ്തികകളും വിദ്യാഭ്യാസ യോഗ്യതയും.
വിവിധ തസ്തികകളിലേക്കുള്ള അടിസ്ഥാന യോഗ്യതകൾ: സീനിയർഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കോടെയുള്ള 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കോടെയുള്ള 3 വർഷത്തെ ഡിപ്ലോമയും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ഡിപ്ലോമയും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ, 60% മാർക്കോടെ കെമിസ്ട്രിയിൽ ബിരുദവും BSc 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. സ്റ്റോർ കീപ്പർ, ബിരുദവും മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമയും അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധം. അസിസ്റ്റൻറ്റ് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ 60% മാർക്കോടെയുള്ള ബിരുദവും 4 വർഷത്തെ ഓഫീസ് പ്രവൃത്തി പരിചയവും. പ്രായപരിധി: അപേക്ഷകർ 35 വയസ്സ് കവിയാൻ പാടില്ല. 2026 ജനുവരി 12 അടിസ്ഥാനമാക്കി, അതായത് 1991 ജനുവരി 13 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി SC വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ശമ്പളം: W7 തസ്തികകളിൽ 23,500 തൊട്ട് 77,000 പ്രതിമാസം ഏകദേശം 42,773 രൂപ ലഭിക്കും. W6 തസ്തിക അസിസ്റ്റൻറ്റ് 22,500 തൊട്ട് 73,750 പ്രതിമാസം ഏകദേശം 41,000 രൂപ ലഭിക്കും. അപേക്ഷാരീതിയും ഫീസും അപേക്ഷിക്കേണ്ട വിധം: കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷാ ഫീസ് 700 രൂപ. ഫീസ് ഇളവ് പട്ടികജാതി SC, പട്ടികവർഗ ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും അപേക്ഷാ ഫീസില്ല. അപ്ലൈ ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഡിസംബർ 26. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 12. അടുത്തത് കേരള PSC തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ LSGD ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇലക്ട്രിസിറ്റി വിങ്ങിലേക്കാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ കൂടി ഇതിലൂടെ നികത്തപ്പെടും. കാറ്റഗറി നമ്പർ 573/2025 എന്ന ക്രമത്തിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തസ്തിക ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ. ശമ്പളം പ്രതിമാസം 22,000 തൊട്ട് 47,000 രൂപ വരെ. അപേക്ഷാരീതി ഓൺലൈൻ. യോഗ്യതകളും പ്രായപരിധിയും: ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഏത് വിഷയത്തിലുള്ള ബിരുദധാരികൾക്കും അപേക്ഷിക്കാം. പ്രായപരിധി: ഉദ്യോഗാർത്ഥികൾക്ക് 18 മുതൽ 36 വയസ്സ് വരെ പ്രായമുണ്ടായിരിക്കണം. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 2 തീയതികളും ഉൾപ്പെടെ. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഉയർന്ന പ്രായപരിധി ഇളവുകൾ അനുവദിച്ചാലും അത് 50 വയസ്സ് കവിയാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: കേരള PSCയുടെ സാധാരണ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കും. തുടർന്ന് സർട്ടിഫിക്കറ്റ് പരിശോധനയും പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുക. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ആദ്യം കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിഭാഗത്തിൽ പോയി കാറ്റഗറി നമ്പർ 573/2025 തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുക. അപേക്ഷ സമർപ്പിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് 1 മാസത്തോളം സമയം ലഭിക്കും. 2025 ഡിസംബർ 15 മുതലാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജനുവരി 14 അപ്ലൈ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യയിലുടനീളമുള്ള വിവിധ ശാഖകളിലായി 400 അപ്രൻറ്റീസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ അവസരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം. സ്ഥാപനം ബാങ്ക് ഓഫ് ഇന്ത്യ, തസ്തിക അപ്രൻറ്റീസ്, ആകെ ഒഴിവുകൾ 400, ശമ്പളം അല്ലെങ്കിൽ സ്റ്റൈഫൻ പ്രതിമാസം 13,000, അപേക്ഷാ രീതി ഓൺലൈൻ. വിദ്യാഭ്യാസ യോഗ്യത: ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. ഉദ്യോഗാർത്ഥികൾ അവരുടെ ബിരുദം 1/4/2021 1/12/2025 ഇടയിൽ പാസ്സായിരിക്കണം. പ്രായപരിധി 1/12/2025 പ്രകാരം അപേക്ഷകർക്ക് കുറഞ്ഞത് 20 വയസ്സും പരമാവധി 28 വയസ്സുമായിരിക്കണം. അതായത് ഉദ്യോഗാർത്ഥികൾ 2/12/1997 1/12/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗങ്ങൾക്ക് SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC 3 വർഷവും PWBD വിഭാഗക്കാർക്ക് 10 വർഷവും ഇളവ് ലഭിക്കും. ഒഴിവുകൾ: സംസ്ഥാനം തിരിച്ചുള്ള ഒഴിവുകൾ. ഈ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപന പ്രകാരം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന സോണുകളിലെ ഒഴിവുകൾ: ആസാം 10 ഒഴിവുകൾ, ബീഹാർ 21 ഒഴിവുകൾ, ഗുജറാത്ത് 10 ഒഴിവുകൾ, മധ്യപ്രദേശ് 20 ഒഴിവുകൾ, മഹാരാഷ്ട്ര 20, തമിഴ്നാട് 5, പശ്ചിമ ബംഗാൾ 10. അപേക്ഷാ ഫീസ്: അപേക്ഷകർ ഓൺലൈനായി അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. PWBD ഉദ്യോഗാർത്ഥികൾക്ക് 400 + GST, SC/ST സ്ത്രീകൾ എന്നിവർക്ക് നിശ്ചിത ഇളവുകൾ ലഭ്യമാണ്. പ്രധാന തീയതികൾ: അപേക്ഷ ആരംഭിക്കുന്ന തീയതി 25 ഡിസംബർ 2025. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10 ജനുവരി 2026. എങ്ങനെ അപേക്ഷിക്കാം? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. അപേക്ഷാ നടപടികൾ: 1. ആദ്യം ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. കരിയർ എന്ന സെക്ഷനിൽ പോയി അപ്രൻറ്റീസ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക. ഫോട്ടോ, ഒപ്പ്, മറ്റ് രേഖകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുക. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ബാങ്കിംഗ് മേഖലയിൽ ഒരു കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിരുദധാരികൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ലിങ്ക് വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.